നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു വേണു നാഗവള്ളി. 1949 ഏപ്രിൽ 16 ആലപ്പുഴയിലെ രാമങ്കരിയിലാണ് ജനനം. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം രാഷ്ട്രമീമാംസയിൽ ബിരുദവും പത്രപ്രവർത്തനത്തിൽ ഡിപ്ലോമയും നേടി. ആകാശവാണിയിൽ അനൗൺസറായാണ് വേണു നാഗവള്ളി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1978 KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ശാലിനി എന്റെ കൂട്ടുകാരി, മീനമാസത്തിലെ സൂര്യൻ, പക്ഷേ, ചില്ലു എന്നിവയാണ് അഭിനേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സിനിമകൾ. ഒരു സംവിധായകൻ എന്ന നിലയിൽ വേണു നാഗവള്ളിയുടെ ആദ്യ ചിത്രം സുഖമോ ദേവി ആയിരുന്നു. പിന്നീട് ലാൽ സലാം, ഏ ഓട്ടോ, ആയിരപ്പാറ, രക്തസാക്ഷികൾ സിന്ദാബാദ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ഒരു നല്ല ശബ്ദത്തിന് ഉടമയായിരുന്ന അദ്ദേഹം ഏതാനും ചിത്രങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഒരു സൗണ്ട് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിലെ അനന്ത്നാഗിൻ്റെതടക്കം അദ്ദേഹം ചെയ്തിട്ടുള്ള ഡബ്ബിങ്ങുകൾ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. മരിച്ചുപോയ പ്രിയ സുഹൃത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ സമർപ്പിച്ച സുഖമോ ദേവിയുടെ 2ാം ഭാഗം ചെയ്യണമെന്നത് അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത ഒരാഗ്രഹമായിരുന്നു. 1990കളുടെ അവസാനത്തോടെ സിനിമാ രംഗത്ത് നിന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ പിൻവാങ്ങിയ വേണു നാഗവള്ളി അവസാനമായി സംവിധാനം ചെയ്തത് 2009 ഭാര്യ, സ്വന്തം സുഹൃത്ത് എന്ന ചിത്രമായിരുന്നു. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ഈ ഗാനം മറക്കമോ എന്നതായിരുന്നു. ചില്ലു, എന്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. എന്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി എന്ന ചിത്രത്തിലെ കൊച്ചു ചക്കരച്ചി പെറ്റു എന്ന ഗാനം ഏറെ പ്രചാരം നേടി. വേണു നാഗവള്ളി തിരക്കഥയും സംഭാഷണവും എഴുതിയ കിലുക്കം എന്ന ഹാസ്യചിത്രം നേടിയ ജനപ്രീതി അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് ഉത്തമ ഉദാഹരണമാണ്. 1985 കൃഷ്ണസ്വാമി സംവിധാനം ചെയ്ത കൂടിയാട്ടത്തിൽ മാനസിക രോഗം ആരോപിക്കപ്പെട്ട നായക കഥാപാത്രമായി ഏറെ ശ്രദ്ധ നേടി. സബിത ആനന്ദിനും അഹല്യയ്ക്കുമൊപ്പം മികച്ച അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നീണ്ട മുടിയും വിഷാദഭാവമുള്ള കണ്ണുകളുമുള്ള തന്റെ ആദ്യകാല കഥാപാത്രങ്ങളുടെ വേഷവും ശരീരഭാഷയും മലയാളികളുടെ, പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകരുടെ മനസ്സിൽ വേണു നാഗവള്ളിക്ക് വിഷാദ നായകന്റെ പ്രതിച്ഛായ നേടിക്കൊടുത്തു. ദീർഘകാലം കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്ന വേണു നാഗവള്ളിയുടെ അന്ത്യം 2010 സെപ്റ്റംബർ 9 തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു. ഭാര്യ മീര, മകൻ വിവേക്. ചേന്നമംഗലം സ്വദേശിയായ മീര മകൻ വിവേകിനൊപ്പം ചെന്നൈയിലെ ആൽവാർപേട്ടിലായിരുന്നു താമസം. 2025 ഏപ്രിൽ മാസം തന്റെ 68ാമത്തെ വയസ്സിൽ വേണു നാഗവള്ളിയുടെ ഭാര്യ മീരയും ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്തായാലും മലയാള സിനിമയുടെ തീരാ നഷ്ടമാണ് വേണു നാഗവള്ളി.